ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നിൽ അരാജകത്വ വിഭാഗമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആശാ വർക്കർമാരെ ഉപകരണമാക്കി മാറ്റുന്നു. ഒരു സമരത്തെയും CPIM തള്ളിപ്പറയില്ല. ഏത് സമരവും ഒത്തുതീർപ്പാക്കണമെന്നാണ് CPIM നിലപാടെന്നും ഗോവിന്ദൻ. ഞങ്ങൾ ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ എന്താ തടസ്സം? പക്ഷേ ഞങ്ങൾ മുമ്പോട്ട് വെച്ച മുദ്രാവാക്യം നടപ്പിലാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമരം ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ട്? സമാധാനപരമായി ചർച്ച നടത്തി കാര്യങ്ങൾ പരിഹരിച്ച് പോകണം. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നല്ലപോലെ അരാഷ്ട്രീയ അരാജകത്വ വിഭാഗം അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഏത് സമരത്തെയും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ലോകത്ത് ഇന്നേ വരെ മാർക്സിസ്റ്റുകാരുടെ സമരത്തെയും തള്ളി പറയേണ്ട കാര്യമില്ല. വർഗ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റക്കുറച്ചിലോടുകൂടി സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തും. അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടും സ്വീകരിക്കും. പക്ഷേ തെറ്റായ വഴിയിലേക്ക് അതിനെ നീക്കി ഈ ആശാ വർക്കർമാരെ ഇവിടെ തെരുവിൽ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. VS അനു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അനു, സ്വാഭിമാനമുള്ള ആശാ വർക്കർമാർ അവിടെ സമരമിരിക്കുമ്പോൾ അത് മറ്റാരുടെയോ ഉപകരണമായുള്ള സമരം എന്നാണിപ്പോൾ CPIM വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം എളമരം കരീമും ഇതുതന്നെയാണ് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ ലേഖനത്തിൽ പറഞ്ഞത്. CPIMന്റെ പൊതു നിലപാടാണല്ലേ ഈ സമരം ഒരു അരാജകത്വ സമരം എന്നത്? ലക്ഷ്മി, സമരം അരാജകത്വ സമരം എന്നുള്ളതല്ല CPIM കഴിഞ്ഞ ദിവസം എളമരം കരീമായിക്കോട്ടെ, ഇതിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആയിക്കോട്ടെ പറയുന്നത്, അവർ ഉന്നയിക്കുന്ന സമരത്തെ അല്ലെങ്കിൽ അവർ സമരം ചെയ്യുന്ന സാഹചര്യത്തെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ചിലർ ഈ സമരത്തെ ഈ ആശാ വർക്കർമാരെ ഉപകരണമാക്കി സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് CPIMന്റെ വിലയിരുത്തലും അവരുടെ വിശദീകരണവും. ഇന്നലെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പറഞ്ഞതും അതാണ്. കാരണം അവരുടെ സമരം ചെയ്യാറില്ലെങ്കിൽ സമരത്തിലേക്ക് അവർ എത്തുന്ന സാഹചര്യത്തെ ഉൾക്കൊള്ളുന്നു. പക്ഷേ അവരെ ചില അരാഷ്ട്രീയ സംഘടനകൾ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു, അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തെരുവിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് CPIM പറയുന്നത്. ഇന്ന് MV ഗോവിന്ദനും പറയുന്നത് വളരെ കൃത്യമായി തന്നെ പറയുന്നു. ഈ ഏത് സമരത്തെയും CPIM മാർക്സിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ തള്ളി പറയുന്നില്ല. പക്ഷേ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ അംഗീകരിച്ചുകൊണ്ട് ലോകത്ത് ഒരു സമരവും സമവായത്തിലേക്ക് എത്തില്ല. പക്ഷേ ഇവിടെ ചില ആളുകൾ, ചില അരാജകത്വ സംവിധാനങ്ങൾ, സംഘടനകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഉപകരണമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് CPIM നേതാക്കൾക്കുള്ളത്. അത് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഈ CPIMന്റെ വിലയിരുത്തലിനെ അപ്പാടെ തള്ളുകയാണ് ആശാ വർക്കർമാർ. ഇന്നലെ നമ്മോട് സംസാരിച്ച ആശാ വർക്കർമാർ എല്ലാവരും തന്നെ തങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിവരുന്ന സമരം, തങ്ങളുടെ ആവശ്യങ്ങൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എല്ലാ കാലത്തും വളരെ അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി പറയുന്ന കേരള മോഡൽ, ആരോഗ്യരംഗത്തെ കേരള മോഡലിന്റെ യഥാർത്ഥ കാരണക്കാർ അല്ലെങ്കിൽ യഥാർത്ഥ അവകാശികൾ ആശാ വർക്കർമാരാണ്. ആ ആശാ വർക്കർമാരെ തള്ളിപ്പറയുന്ന CPIM നേതാക്കൾക്കെതിരെ കൂടെയുള്ളതാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രകടിപ്പിച്ച അവരുടെ രോഷം. ഏതായാലും ഈ പറയുന്ന ആശാ വർക്കർമാരുടെ സമരം 16ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സമരത്തിന് പിന്നിൽ അരാജകത്വ സംഘടനകൾ ഉണ്ട് എന്ന CPIMന്റെ വാദം ഒരിക്കൽ കൂടി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടുതൽ ശക്തമായി പറയുന്നത്. ലക്ഷ്മി, ആശാ വർക്കർമാരെ ഉപകരണമായി ഉപയോഗിക്കുന്നു സമരത്തിനായി അവിടെ എന്നുള്ളതാണ് CPIM നിലപാട്. MV ഗോവിന്ദൻ അക്കാര്യം ആവർത്തിച്ചു പറയുകയാണ്. ഇളമരം കരീമിന്റെ വാദങ്ങൾ ആവർത്തിക്കുകയാണ് MV ഗോവിന്ദൻ. CPIM നിലപാട് അത് തന്നെയാണ്. VS അനുവാണ് വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത്.